എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MBBS BDS കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ കൺഫർമേഷൻ ഡേറ്റ് നീട്ടി. വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ 24 തീയതി ഉച്ചയ്ക്ക് 12 മണി വരെ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ കൺഫർമേഷൻ നടത്താവുന്നതാണ്. അപ്പോൾ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൻ്റെ താൽക്കാലിക അലോട്ട്മെൻറ്റ് 25 തീയതി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. താൽക്കാലിക അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട് ഒരു പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വരും. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അന്നത്തെ ദിവസം, അതായത് ആ ഒരു താൽക്കാലിക അലോട്ട്മെൻറ്റ് വന്ന ശേഷം വൈകുന്നേരം വരെ വിദ്യാർത്ഥികൾക്ക് ആ ഒരു പരാതികൾ അറിയിക്കാനായിട്ട് സാധിക്കും. അതാണ് താൽക്കാലിക അലോട്ട്മെൻറ്റ്. അപ്പോൾ ആ ഒരു താൽക്കാലിക അലോട്ട്മെൻറ്റ് 25 തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. അതിനുശേഷം ഫൈനൽ അലോട്ട്മെൻറ്റ് 27 തീയതി പ്രസിദ്ധീകരിക്കും. അതായത് 27 തീയതി പ്രസിദ്ധീകരിക്കും. ആദ്യഘട്ട അലോട്ട്മെൻറ്റിലൂടെ മെഡിക്കൽ അല്ലെങ്കിൽ ദന്തൽ കോളേജുകളിൽ പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രസ്തുത സീറ്റിൽ താല്പര്യമില്ലാത്ത പക്ഷം 23 തീയതി, സെപ്റ്റംബർ 23 തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് TC വാങ്ങിക്കാവുന്നതാണ്. എന്നാൽ TC വാങ്ങിക്കുന്ന ഈ ഒരു വിദ്യാർത്ഥികളെ പിന്നീട് വരുന്ന കേന്ദ്രീകൃത അലോട്ട്മെൻറ്റുകളിൽ യാതൊരു കാരണവശാലും പങ്കെടുപ്പിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. TC വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളെ മറ്റൊരു അലോട്ട്മെൻറ്റിലും പരിഗണിക്കുന്നതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് ഒരു കോളേജ് വന്നിട്ടുണ്ട്. ഈ ഒരു MBBS BDS ഈ ഒരു കോഴ്സിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കോഴ്സിലേക്ക്, അതായത് ആ ഒരു കോളേജിലേക്ക് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകാം. അതുപോലെ വിദ്യാർത്ഥികൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യേണ്ടതാണ്. ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യണം എന്നുള്ളത് നിർബന്ധമല്ല. നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ നിലവിൽ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്തിട്ടില്ലെങ്കിലും വിദ്യാർത്ഥികൾക്ക് ആദ്യം ലഭിച്ച സീറ്റ് അവിടെ തുടരുന്നതായിരിക്കും. അത് നഷ്ടപ്പെടുന്നതല്ല. എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നിലവിൽ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്യുകയും അതിനുശേഷം ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ ആ ഒരു പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തി ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു കോളേജ് കിട്ടി, ആ ഒരു കോളേജ് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്, അവിടെ നിങ്ങൾ ഓൾറെഡി അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെന്നുള്ളത് നിർബന്ധമല്ല. കാരണം ഓൾറെഡി കിട്ടിയ കോളേജ്, അഡ്മിഷൻ നേടിയ കോളേജ് താല്പര്യമുള്ളതാണ്. മറ്റൊരു കോളേജ് താല്പര്യപ്പെടുന്നില്ലെങ്കിൽ ഈ ഒരു രണ്ടാം റൗണ്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ടതില്ല. അതേസമയം നിങ്ങൾക്ക് ആദ്യം കിട്ടിയ കോളേജ് താല്പര്യമില്ലാത്ത ഒരു കോളേജാണ്, അവിടെയാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുള്ളതെങ്കിൽ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുത്ത് നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ ആ ഒരു കിട്ടിയ പുതിയ കോളേജിലേക്ക് മാറാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങളെ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സെപ്റ്റംബർ 24 തീയതി ഉച്ചയ്ക്ക് 12 മണിക്കുള്ളിൽ നിങ്ങളുടെ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.